നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോമിററിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ പുതിയ അധ്യയന വർഷത്ത് ടെക്സ്റ്റുകളൊക്കെ മാറിയിരിക്കുന്ന സമയമാണ്. നമ്മൾ ഇപ്പം നോക്കുന്നത് നിങ്ങളുടെ ജോഗ്രഫിയാണ്. നിങ്ങൾക്ക് സോഷ്യൽ തന്നെ 2 പാർട്ടുണ്ട് അറിയാമല്ലോ. അതിൽ ഫസ്റ്റ് പാർട്ട് ഹിസ്റ്ററിയാണ്, സെക്കൻഡ് പാർട്ട് ജോഗ്രഫിയാണ്. അതിൽ ജോഗ്രഫിയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് 1 ആണ് നമ്മൾ എടുക്കുന്നത്. സോഷ്യൽ സയൻസ് സെക്കൻഡ് പാർട്ട് എന്നുള്ളതിലെ 1ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. പാർട്ട് 1 1ാമത്തെ ചാപ്റ്റർ. 1ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞത് ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ് എന്നുള്ള ചാപ്റ്ററാണ് കേട്ടോ. എന്താണ്? ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഒരു 20 പേജോളം നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ആദ്യം തന്നെ നല്ലൊരു ഇമേജൊക്കെ തന്നിട്ടുണ്ട്. എന്തിൻ്റെയാണ്? മൗണ്ടെയിൻ ഇമേജാണ്. അപ്പോൾ ഹിമാലയാസ്, നമ്മളെ ആൻഡീസ്, അങ്ങനെ കുറേയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള നല്ലൊരു പാഠഭാഗമാണിത് കേട്ടോ. ഡീറ്റെയിൽസ് എല്ലാം നല്ല ഡീറ്റെയിൽഡായിട്ട് എല്ലാത്തിനെയും പറ്റിയും ഡീറ്റെയിൽഡായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ എന്തായാലും നോക്കിക്കൊള്ളാം. ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ്. India is a land of mixed culture and pluralism. The evolution of this unique cultural diversity is a lengthy history. In fact, it began with the primitive human groups who came to inhabit this land from far-off lands in very ancient times. Later on, these people got mixed with several other human groups that had come to this land through different routes over different periods of time and whose generations have been living here over thousands of years. This diversity is evident in language, costumes, traditions, festivals, beliefs, agriculture and the like. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് പാരഗ്രാഫ്. ഒന്നുകൂടെ നോക്കാം നമുക്ക്. ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് മിക്സ്ഡ് കൾച്ചർ ആൻഡ് പ്ലൂറലിസം. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ലാൻഡ് പല തരത്തിലുള്ള കൾച്ചർ നമ്മൾ കാണാറുണ്ടല്ലേ. അതുപോലെ ബഹുസ്വരത അല്ലെങ്കിൽ ബഹുവിശ്വാസം, പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുസ്വരത അല്ലെങ്കിൽ ബഹുവിശ്വാസം. പലതരത്തിലുള്ള കൾച്ചറുണ്ട് നമുക്കല്ലേ, സംസ്കാരങ്ങൾ ഉണ്ട്. അതുപോലെ പലതരത്തിലുള്ള വിശ്വാസങ്ങളുമൊക്കെയുള്ള പ്ലൂറലിസം, ബഹുസ്വരത എന്നാണ് കറക്റ്റായിട്ടുള്ള എൻ്റെ മലയാളം കേട്ടോ. അപ്പോൾ അതൊക്കെയുള്ള പലതരത്തിലുള്ള വിശ്വാസങ്ങളും ഒക്കെയായിട്ട് നടക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ. ദി എവല്യൂഷൻ ഓഫ് ദിസ് യുണീക്ക് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഈസ് എ ലെങ്തി ഹിസ്റ്ററി. അപ്പോൾ ഇതിങ്ങനെ എവല്യൂഷനിലൂടെ വന്ന സംഭവമാണ് അല്ലേ. അപ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതാണോ? അല്ല, ദീർഘകാലം നീണ്ട എവല്യൂഷനിലൂടെ ഉണ്ടതാണ്. അപ്പം അത് തന്നെ ഒരു ലെങ്തി ഹിസ്റ്ററിയാണ് പറയാനുള്ളത്. എന്തിനെ പറ്റി? ഈ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ പറ്റി, വൈവിധ്യത്തെ പറ്റി, സാംസ്കാരിക വൈവിധ്യത്തെ പറ്റി ഒരു ലെങ്തി ഹിസ്റ്ററി തന്നെ നമുക്ക് പറയാനായിട്ടുണ്ട്. In fact, it began with the primitive human groups who came to inhabit this land from far-off lands in very ancient times. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ഇൻഫാക്റ്റ് ഒരു പക്ഷേ ഇത് ആരംഭിച്ചത് എങ്ങനെയായിരിക്കാം? പ്രിമിറ്റീവായിട്ടുള്ള, ആദിമമായിട്ടുള്ള, പ്രാചീനമായിട്ടുള്ള ഏതോ ഒരു സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. വിത്ത് പ്രിമിറ്റീവ് ഹ്യൂമൻ ഗ്രൂപ്പ്സ്. എന്താണ്? ആദ്യമായിട്ടുള്ള കുറേ ആൾക്കാർ ഹു കെയിം ടു ഇൻഹാബിറ്റ് ദിസ് ലാൻഡ് ഫ്രം ഫാർ ഓഫ് ലാൻഡ്സ് ഇൻ വെരി ഏൻഷ്യൻ്റ് ടൈംസ്. ഏൻഷ്യൻ്റ് ടൈംസിൽ ഏതോ നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് താമസിക്കാൻ വന്ന ഒരു പ്രാചീനമായിട്ടുള്ള ആൾക്കാരായിരിക്കാം. നമ്മുടെ നാട്ടിൽ ഇൻഹാബിറ്റ് ചെയ്യാൻ വന്ന അവരെ പറ്റിയിട്ടുള്ള ഒരു കഥയായിരിക്കാം നമ്മുടെ സംസ്കാരത്തിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Later on, these people got mixed with several other human groups that had come to this land through different routes over different periods of time. അത്രയും വെച്ച് നിർത്താം നമുക്ക്. Later on, പിന്നീട് these people got mixed with several other human groups. ഇനി ഇവിടെ ആദ്യം വന്ന കുറച്ച് ആൾക്കാരുടെ കാര്യം പറഞ്ഞല്ലേ. ഇവർ വേറെയും കുറേ ആൾക്കാരുമായി മിക്സായി. ഈ വേറെയും കുറേ ആൾക്കാർ എവിടെ നിന്നും വന്നതാണ്? They had come to this land through different routes over different periods of time and whose generations have been living here over thousands of years. അതായത് ഒരു സ്ഥലത്ത് നിന്നും ഇവിടെ വന്ന് ഇൻഹാബിറ്റ് ചെയ്ത കുറേ ആൾക്കാരാണ് ആദ്യം ഇവിടെ വന്നു എന്ന് പറയുന്നത്. പിന്നീട് ഇതുപോലെ തന്നെ മറ്റ് പല റൂട്ട്സിൽ നിന്നും, അതായത് ആദ്യം വന്ന ആൾക്കാർ വന്ന സ്ഥലത്തു നിന്നല്ല, വേറെ പല സ്ഥലത്തു നിന്നും ഇതുപോലെ തന്നെ പല ആൾക്കാർ ഇവിടെ എങ്ങനെ വന്നു? ഇൻഹാബിറ്റ് ചെയ്യാനായിട്ട് വന്നു. അങ്ങനെയാണ്. ഇപ്പം ഒരുപാട് സ്ഥലത്ത് ഒരേ കൾച്ചർ ഉണ്ടാവുമോ? ഇല്ല, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എന്തുണ്ടായത്? ഒരു മിക്സഡ് കൾച്ചറായിട്ട് നമ്മുടെ നാട് മാറിയത്.
Later on, these people got mixed with several other human groups that had come to this land through different routes over different periods of time. അത്ര നിൽക്കട്ടെ. പിന്നീട് എന്ത് സംഭവിച്ചു? ഈ ആൾക്കാർ ഇവിടെ ഇൻഹാബിറ്റ് ചെയ്യാൻ ആദ്യം വന്ന ആൾക്കാർ വേറെ അതുപോലെ തന്നെ മറ്റ് ഹ്യൂമൻ ഗ്രൂപ്പ്സുമായിട്ട് മിക്സായി. അവരെങ്ങനെ വന്നതാണ്? പിന്നീട് വന്നു എന്ന് പറയുന്ന ആൾക്കാർ ആദ്യം നമ്മുടെ നാട്ടിൽ താമസിക്കാൻ വന്ന ആൾക്കാർ വന്ന അതേ റൂട്ടിൽ നിന്നും വന്നവരല്ല, മറ്റ് പല റൂട്ട്സിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വന്ന ആൾക്കാരുമായിട്ട് ഇവരെന്ത് ചെയ്തു? മിക്സായി മാറി. ആൻഡ് ഹൂസ് ജനറേഷൻസ് ഹാവ് ബീൻ ലിവിങ് ഹിയർ ഓവർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. അപ്പോൾ അവരുടെ ജനറേഷൻസാണ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ഇവിടെ താമസിക്കുന്നത്. ദിസ് ഡൈവേഴ്സിറ്റി ഈസ് എവിഡൻറ്റ് ഇൻ ലാംഗ്വേജ്, കോസ്റ്റ്യൂംസ്, ട്രഡീഷൻസ്, ഫെസ്റ്റിവൽസ്, ബിലീഫ്സ്, അഗ്രികൾച്ചർ ആൻഡ് ദി ലൈക്ക്. അങ്ങനെ ഇവിടെ എന്തുണ്ടായി? പല വൈവിധ്യങ്ങളുണ്ടായി. ഇത് നമുക്ക് എങ്ങനെയൊക്കെ കാണാൻ പറ്റും? ഭാഷകൾ കണ്ടോ? ആദ്യം വന്ന ഒരു സ്ഥലത്ത് നിന്ന് കുറേ പേര് വന്നു, പിന്നീട് വേറെ സ്ഥലത്ത് നിന്ന് കുറേ പേര് വന്നു. അപ്പോൾ ഇവിടെ എല്ലാം എന്തുണ്ടാകും? ലാംഗ്വേജ് ആയാലും കോസ്റ്റ്യൂംസ് ആയാലും ട്രഡീഷൻസ് ആയാലും ഫെസ്റ്റിവൽസ് ആയാലും വിശ്വാസങ്ങളായാലും അതുപോലെ കൃഷി രീതിയൊക്കെ വൈവിധ്യമായിട്ട് മാറി. The geographical diversity of our country has a decisive role in the country's cultural diversity. ഇനി നമ്മുടെ നാടിന് ഒരു സാംസ്കാരിക വൈവിധ്യം ഉണ്ടെന്ന് പറയുന്നു, കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് പറയുന്നു. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് അവർ നേഷൻ. നമ്മുടെ നാടിന്, നമ്മുടെ കൺട്രിക്ക് എന്തുണ്ട്? ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. എന്താണ്? നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ട് വൈവിധ്യമാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ജോഗ്രഫിക്കലി എന്താണ്? ഡൈവേഴ്സിറ്റി ഉള്ളതാണ് അല്ലേ? ഇന്ത്യയിൽ മുഴുവൻ സ്ഥലങ്ങളും ഒരേപോലത്തെ സ്ഥലങ്ങളാണോ? അല്ല. അതുപോലെ തന്നെ എല്ലായിടവും മലയും എല്ലായിടവും കുന്നുമാണോ? അതോ എല്ലാ സ്ഥലവും നിരപ്പായ സ്ഥലമാണോ? എല്ലായിടവും മരുഭൂമിയാണോ? പർവ്വതങ്ങളുണ്ടോ? നദികളുണ്ടോ? എല്ലാം ഒരേ ഇടത്താണോ? എല്ലാം എല്ലായിടത്തുമുണ്ടോ? ഇല്ല. ഒരു സ്ഥലത്ത് പർവ്വതമുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് അത് ഉണ്ടാകില്ല. ഒരു സ്ഥലത്ത് നദികളാണെങ്കിൽ അത് വേറൊരു സ്ഥലത്ത് ഉണ്ടാകില്ല. ഒരു സ്ഥലത്ത് കടൽ തീരമാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അത് ഉണ്ടാകില്ല. അങ്ങനെ ജോഗ്രഫിക്കലി ഡൈവേഴ്സിറ്റി ഉള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ നമ്മുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിക്ക് ഈ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഒരു പ്രധാന കാരണമാണ്. ദ നോർത്തേൺ മൗണ്ടെയിൻസ് സ്റ്റാൻഡിങ് അസ് എ ഫോർമിഡബിൾ ഫോർട്ടേഴ്സ് ഇൻ ദ നോർത്തേൺ പാർട്ട്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അറിയാമോ? അപ്പം അവിടെ നമ്മുടെ നോർത്തിൽ എന്തുണ്ട്? ഹിമാലയാസൊക്കെ വരുന്നത് നോർത്തിലാണ്. കടൽ കൂടുതലും വരുന്നത് എവിടെയാണ്? സൗത്തിൽ വരുന്നുണ്ട്. രണ്ട് ഭാഗത്ത് ഇങ്ങനെ കടൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്കതൊന്ന് പറയാം. നമ്മുടെ നോർത്തിൽ എന്താണുള്ളത്? ഇന്ത്യയുടെ ഹിമാലയമാണ് ഉള്ളത്. ഈസ്റ്റിലാണെങ്കിൽ എന്താ ഉള്ളത്? ബേ ഓഫ് ബംഗാളാണുള്ളത്. വെസ്റ്റിലാണെങ്കിലോ അറേബ്യൻ സീ, സൗത്തിലാണെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ. ഇതാണ് നമ്മുടെ ജോഗ്രഫിക്കലി വരുന്ന 4 സ്ഥലങ്ങൾ. ദി നോർത്തേൺ മൗണ്ടെയിൻസ് സ്റ്റാൻഡിങ് ആസ് എ ഫോർമിഡബിൾ ഫോർട്ടേഴ്സ് ഇൻ ദ നോർത്തേൺ പാർട്ട്. നമ്മൾ പറഞ്ഞു നോർത്തിൽ ഹിമാലയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ വളരെ പ്രബലമായ ഒരു ശക്തിയായിട്ട് ഒരു കോട്ട പോലെ നമ്മുടെ നോർത്തേൺ പാർട്ടിലുണ്ട്. ദ വാസ്റ്റ് ആൻഡ് ഫെർട്ടൈൽ പ്ലെയിൻ ജസ്റ്റ് ടു ദ സൗത്ത് ഓഫ് ഇറ്റ്. ഇനി ഈ പറഞ്ഞ നിങ്ങളുടെ ഈ പിക്ചറിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ ഹിമാലയാസ് ഇങ്ങനെ വന്നു, അതിൻ്റെ തൊട്ട് സൗത്ത് പാർട്ടിൽ എന്താണുള്ളത്? ഒരു ഫെർട്ടൈൽ പ്ലെയിനാണ്, വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു ലാൻഡാണുള്ളത്. ജസ്റ്റ് ടു ദ സൗത്ത് ഓഫ് ഇറ്റ് ദ ഡെസേർട്ട് ലാൻഡ് ടു ദ വെസ്റ്റ്. ഇനി ഇതിൻ്റെ വെസ്റ്റ് ഭാഗത്ത് എന്താ ഉള്ളത്? രാജസ്ഥാൻ പോലത്തെ ഭാഗത്തൊക്കെ ഡെസേർട്ടാണ്. ദ എക്സ്റ്റെൻസീവ് പ്ലാറ്റ്യൂ ഇൻ ദ സെൻട്രൽ പാർട്ട്. സെൻട്രൽ പാർട്ടിൽ എന്താണ്? പ്ലാറ്റ്യൂ, പീഠഭൂമിയാണുള്ളത്. ദ ലെങ്തി കോസ്റ്റൽ സ്ട്രെച്ച് അലോങ് ദ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ സൈഡ്സ്. ദെൻ ദി ഐലൻഡ്സ്. അപ്പോൾ എന്താ ഉള്ളത്? ലെങ്തി ആയിട്ടുള്ള കോസ്റ്റൽ സ്ട്രെച്ച് ഏതൊക്കെ ഭാഗത്താണ് ഉള്ളത്? ഈസ്റ്റേണും വെസ്റ്റേൺ സൈഡ്സിലുണ്ട്. അതുപോലെ തന്നെ എന്തുമുണ്ട്? ഐലൻഡ്സും ഉണ്ട്. ആർ യു കൺവിൻസ്ഡ് ദാറ്റ് ഇന്ത്യസ് ടോപ്പോഗ്രഫി ഈസ് വെരി ഡൈവേഴ്സ്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇന്ത്യയുടെ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ളതാണ്. This topographical diversity, along with the country's special location, has contributed to the extent of monsoon climate in this region.
അപ്പോൾ ഈ ടോപ്പോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ കൺട്രിയുടെ സ്പെഷ്യൽ ലൊക്കേഷൻ, ഇതൊക്കെയാണ് മൺസൂൺ ക്ലൈമറ്റിനെ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്തുന്നത്. ഹ്യൂമൻ ലൈഫ് ആൻഡ് അഗ്രികൾച്ചറൽ പാറ്റേൺ ഹാവ് ബീൻ സെറ്റ് ഇൻ ഇന്ത്യ ഓവർ സെഞ്ച്വറീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് ഡൈവേഴ്സിറ്റി. അപ്പോൾ ഹ്യൂമൻ ലൈഫും അഗ്രികൾച്ചറൽ പാറ്റേണും ഒക്കെ ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായിട്ട് നിൽക്കുന്നത് ഈ ഡൈവേഴ്സിറ്റി കാരണമാണ്. In spite of such vivid diversities, there are factors that enjoin this land and its people with a delicate threat of unity. In spite of such vivid diversities, ഭയങ്കര ഡൈവേഴ്സിറ്റീസ് ആണെന്ന് പറഞ്ഞു. ഇതിനൊക്കെ ഇടയിലും there are factors, പല ഫാക്ടേഴ്സ് ഉണ്ട് that enjoin this land and its people with a delicate threat of unity. എന്താണ്? നമ്മുടെ നാടിനെയും അവിടുത്തെ ജനങ്ങളെയുമൊക്കെ ഒരുമിപ്പിച്ച് നിർത്തുന്ന വളരെ നേർത്ത ഒരു ത്രെഡ് ഓഫ് യൂണിറ്റി ഇതിൻ്റെ എല്ലാം ഇടയിലും ഉണ്ട്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓൾ സച്ച് ആസ്പെക്ട്സ് ഇൻ ദിസ് ടെക്സ്റ്റ് ബുക്ക്. നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ഈ ഡൈവേഴ്സിറ്റിക്കിടയിലും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നാടിൻ്റെ ഡൈവേഴ്സിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ബേസ്ഡ് ഓൺ ടോപ്പോഗ്രഫിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ക്യാൻ ബി ഡിവൈഡഡ് ആസ് ദ ഫോളോയിങ് ഫിസിയോഗ്രഫിക് ഡിവിഷൻസ്. ഇന്ത്യയെ ഈ പറയുന്ന ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആക്കി തിരിച്ചിരിക്കുന്നു. ഒന്ന്, ദ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ, നോർത്തിലെ മൗണ്ടെയിൻ റീജിയൻ. നോക്കിയേ, പിക്ചർ നോക്കുക. രണ്ട്, ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, അതിന് തൊട്ട് താഴെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, സെൻറ്ററിലായിട്ട് ദി പെനിസുലർ പ്ലേറ്റ്യൂ, ഉപദ്വീപീയ പ്ലാറ്റ്യൂ. പിന്നെ അത് കഴിഞ്ഞാൽ ഇന്ത്യൻ ഡെസേർട്ട്, ലാസ്റ്റ് വരുന്നത് കോസ്റ്റൽ പ്ലെയിൻസും ഐലൻഡ്സും. അറിയാമല്ലോ, ഈ പിക്ചറിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കതെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കിയേ, ഈ പിക്ചറിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ? ഓരോന്നിനും ഓരോ കളറായിട്ട് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടോ, ഈ പറയുന്ന നോർത്തേൺ മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന അവിടെ ആ ഒരു ഭാഗം കണ്ടില്ലേ? അവിടെ മൗണ്ടെയിൻസിൻ്റെ അവിടെ തന്നിരിക്കുന്ന കളറ് കണ്ടോ നിങ്ങൾ? ആ കളർ തന്നെ ഇന്ത്യയുടെ അകത്തെ പല ഭാഗത്തോട്ടും അവരിങ്ങനെ സെൻട്രൽ ഭാഗത്തും ഇനി സൗതേൺ പാർട്ടിലും ഒക്കെ ആ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാണിക്കുന്ന കളറെല്ലാം എന്താണ്? 900 മീറ്റർ സീ ലെവലിലും 900 മീറ്റർ ഉയരത്തിലുള്ളതാണ്. ഹിൽസ് എന്നും മൗണ്ടെയിൻസ് എന്നും ഒക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അത് തന്നെ നമ്മുടെ ഈസ്റ്റ് ഭാഗത്ത് നല്ല രീതിയിലുണ്ട്, ശ്രദ്ധിക്കണം. അത് ഹിമാലയാസ് എന്ന് മാത്രം പറഞ്ഞ് കളയരുത് കേട്ടോ. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അറേബ്യൻ സീ, ലക്ഷദ്വീപ്, പിന്നെ ബേ ഓഫ് ബംഗാൾ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ഇതെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ടോപ്പിലായിട്ട് പാമീർ നോട്ട് എന്നും പറഞ്ഞ ഒരെണ്ണം കൂടി നൽകിയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിൻ്റെ സ്ഥലം, അതിനോട് ചേർന്ന് കാരക്കോറം എന്നുള്ളതും ശ്രദ്ധിക്കണം കേട്ടോ. പറയാം എന്താണെന്ന്. The northern mountain ranges that form the north and the northeastern boundary of the Indian subcontinent includes several mountain ranges that originate from the Pamir Knot, known as the roof of the world, and it extends up to Purvachal in the east. ശ്രദ്ധിച്ചേ, ദ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് കണ്ടോ? നമ്മൾ പറഞ്ഞ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു നോക്കണം. ഫ്രം ദി നോർത്ത് ആൻഡ് ദ നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറി, നോർത്തിൽ നിന്നും നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുന്നു. നമ്മുടെ അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ, ത്രിപുര, ഇതൊക്കെ വരുന്ന ഭാഗമാണ്. അപ്പം അവിടെ അങ്ങോട്ട് പോകുന്നു. ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഇൻക്ലൂഡ് സെവറൽ മൗണ്ടെയിൻ റേഞ്ചസ്. കണ്ടോ, അവിടെ തന്നെ സെവറൽ മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ട്, ഇമേജിലുണ്ടത്. ദറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം, ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഞാൻ ആ ഈ പിക്ചർ കാണിച്ചപ്പോൾ ഏറ്റവും നോർത്തിൽ പാമീർ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പം നോർത്തിൽ പാമീർ നിന്നാണ് അതിൻ്റെയൊക്കെ ഉത്ഭവം. അപ്പോൾ ഈ പാമീറിനെ എന്തെന്ന് വിളിക്കുന്നു? ലോകത്തിൻ്റെ മേൽക്കൂര എന്നും വിളിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് എക്സ്റ്റെൻസ് അപ് ടു പൂർവാചൽ ഇൻ ദി ഈസ്റ്റ്. അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എങ്ങോട്ട് വരുന്നു? പൂർവാചൽ ഇൻ ദി ഈസ്റ്റ്. ഈസ്റ്റ് എന്ന് പറഞ്ഞത് പൂർവം കേട്ടോ. പൂർവാചൽ ഈസ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നു. എവിടെ തുടങ്ങുന്നു? പാമീറിൽ തുടങ്ങുന്നു, ഇങ്ങനെ വന്ന് ഈസ്റ്റിൽ വന്ന് നിൽക്കുന്നു കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ഈ പാമീർ എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യയിലാണ്.
കാരക്കോറം, ഞാൻ പേര് നോക്കാൻ പറഞ്ഞിരുന്നു. കാരക്കോറം, തയാർഷാൽ, കുൻലുൻ, ഹിന്ദുക്കുഷ് എന്നിവയുടെ സംഗമസ്ഥാനത്താണ് പാമീർ സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം മീറ്റ് ചെയ്യുന്നിടത്താണ് പാമീർ സ്ഥിതി ചെയ്യുന്നത്. പാമീറിൻ്റെ ഹൈറ്റ് കൂടെ പഠിച്ചു വെച്ചോണം, 7495 മീറ്ററാണ് കേട്ടോ. ഇനി ദ റിലേറ്റീവ്ലി യങ് ആൻഡ് ലോഫ്റ്റി നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ഹാവ് ബീൻ ഫോംഡ് ബൈ ദ ഫോൾഡിങ് ഓഫ് റോക്ക് ലെയേഴ്സ്. ഇനി എന്താണ് യങ് ആയിട്ടുള്ള, അതാണെങ്കിൽ ലോഫ്റ്റി നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ഹാവ് ബീൻ ഫോംഡ് ബൈ ദ ഫോൾഡിങ് ഓഫ് റോക്ക് ലെയേഴ്സ്. കണ്ടോ, ഇനി ഈ പറയുന്ന എന്താണ് മൗണ്ടെയിൻ റേഞ്ചസ്, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്, നമ്മുടെ ഹിമാലയാസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് അതിൽ. അത് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നതാണ്, ഉയർന്നതാണ്. അത് എങ്ങനെയുള്ളതാണ്? നമ്മുടെ റോക്സില്ലേ, എന്താണ് പാറകൾ, ശിലകൾ, റോക്സ് ഇല്ലേ പാറകൾ അല്ലെങ്കിൽ ചിലകൾ, അത് ചുരുണ്ട് മടങ്ങി ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്താണ്? ഫോൾഡിങ്, മടക്ക് പർവ്വതങ്ങൾ എന്നാണ് നമ്മൾ പറയുക കേട്ടോ. അങ്ങനെ ഉണ്ടായതാണ് ഈ പറയുന്ന പർവ്വതങ്ങൾ കേട്ടോ. ദ നോർത്തേൺ മൗണ്ടൻ എക്സ്റ്റെൻഡ്സ് ഫ്രം റിവർ ഇൻഡസ് ഇൻ ദ വെസ്റ്റ് ടു റിവർ ബ്രഹ്മപുത്ര ഇൻ ദ ഈസ്റ്റ് for nearly 2400 kilometer and has a width ranging from 150 to 400 kilometer. ഇനി നോർത്തേൺ മൗണ്ടെയിൻ എന്ന് പറയുന്ന ഭാഗം എവിടം തൊട്ടാണ് തുടങ്ങുന്നത്? ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം റിവർ ഇൻഡസ്. ഇൻഡസിൽ നിന്ന് തുടങ്ങുന്നു. എവിടെ ഇൻഡസ്? ഇൻ ദി വെസ്റ്റ് റിവർ ടു റിവർ ബ്രഹ്മപുത്ര ഇൻ ദി ഈസ്റ്റ്. എന്താണ്? നമ്മുടെ ഈസ്റ്റ് ഭാഗത്തല്ലേ ബ്രഹ്മപുത്രയൊക്കെ വരുന്നത്. അപ്പോൾ ഈ നോർത്തിൽ ഇൻഡസ് റിവറിൽ തുടങ്ങി എവിടം വരെ വരുന്നു? അത് ഈസ്റ്റിൽ ബ്രഹ്മപുത്ര അവിടം വരെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നീളം ഏകദേശം എത്ര വരും? 2400 കിലോമീറ്റർ, 2400 കിലോമീറ്റേഴ്സും. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞ, വീതി എന്ന് പറയുന്നത് എത്രയാണ്? ranging from 150 to 400 kilometers. The region has a peculiar landscape with several high peaks, glaciers and valleys. അപ്പം ഈ പറയുന്ന മല ഇങ്ങനെ പോകുന്നത് മലയായിട്ട് മാത്രമാണോ? അതെങ്ങനെയും പോകുന്നുണ്ട്. ഒരു പെക്യുലിയർ ലാൻഡ്സ്കേപ്പ് ഉണ്ട്. വിത്ത് എങ്ങനെ ഇരിക്കും? സെവറൽ ഹൈ പീക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലേസിയേഴ്സ്, മഞ്ഞ് മൂടിയ സ്ഥലങ്ങളുണ്ട്, ആൻഡ് വാലീസ്, താഴ്വരകളുമുണ്ട്. മല മാത്രമാണോ? അല്ല, ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ട്. മനോഹരമായിട്ടുള്ള ഭാഗമല്ലേ നമ്മുടെ ഇന്ത്യയുടെ? അതെ. ബേസ്ഡ് ഓൺ ദ ടോപ്പോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ദ നോർത്തേൺ മൗണ്ടൻ റീജിയൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. ഇനി ഇതിനും പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്, ഒരേപോലെ അല്ല. അപ്പോൾ അതനുസരിച്ച് ഇതിനെയും നമ്മൾ 3ആയിട്ട് തിരിക്കുന്നു. ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിൽസ്. ട്രാൻസ് ഹിമാലയാസ് ഇവിടെ വരുന്നു, ഈസ്റ്റേൺ ഹിൽസ് ഇങ്ങറ്റം വരുന്നു കേട്ടോ. ഇനി അതിനെ പറ്റി നോക്കാം. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, തൽക്കാലം അതവിടെ കിടക്കട്ടെ. നമുക്കിതിൻ്റെ ബാലൻസ് ഒന്ന് നോക്കാം കേട്ടോ. നൗ യു ഹാവ് ഫെമിലിയറൈസ്ഡ് വിത്ത് ദ മേജർ മൗണ്ടെയിൻ റേഞ്ചസ് ഓഫ് ദി നോർത്തേൺ മൗണ്ടെയിൻസ് ആൻഡ് ദെയർ ലൊക്കേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണുമല്ലോ. മേജർ മൗണ്ടെയിൻ റേഞ്ചസ് എവിടെയാണ്? നോർത്തേൺ മൗണ്ടെയിൻസും അതുപോലെ അതിൻ്റെ ലൊക്കേഷനും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പിടികിട്ടിയില്ലേ? അപ്പം ഈ ഒരു ഇമേജ് ഒന്ന് നോക്കിയേ. ഹിമാലയൻ മൗണ്ടെയിൻസ് നോക്കിയേ. കാരക്കോരം റേഞ്ച് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ലഡാക്ക് റേഞ്ച് പറഞ്ഞില്ല. ലഡാക്ക് റേഞ്ച് അവിടെ ഉണ്ട്. സസ്കറും ഉണ്ട്. കാരക്കോറം, ലഡാക്ക്, സസ്കർ പഠിക്കണം. ഇനി ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്ക് ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ. ഇവിടെ നോക്കിയേ ബോക്സിൽ ട്രാൻസ് ഹിമാലയാസ്, പൂർവാചൽ. ഈസ്റ്റിലുള്ളതാണ് കേട്ടോ പൂർവാചൽ. അപ്പോൾ ഈസ്റ്റ് എന്ന് പറഞ്ഞത് പൂർവാചലാണ്. ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആ 3 എണ്ണം എവിടെയാണെന്ന് നോക്കിയേ. ഇതാണ്ടോ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? കളർ വ്യത്യാസം കണ്ട് മനസ്സിലാക്കുക. ആദ്യം തന്നിരിക്കുന്ന കളർ കണ്ടോ? ട്രാൻസ് ഹിമാലയാസ്. അത് കണ്ട കാരക്കോറോ, ലഡാക്കും ഒക്കെ ആയിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി ഹിമാലയാസ് എന്ന് പറഞ്ഞു തന്നിരിക്കുന്നുണ്ടോ? അവിടെ 3 ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്ക് അങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതെവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു എന്ന് കാണുന്നുണ്ടോ നിങ്ങൾ? പിന്നീട് തണ്ട പൂർവാചൽ, നമ്മുടെ ഗ്രീൻ കളറിൽ നൽകിയിരിക്കുന്നത് പൂർവാചലാണ്. അതാണ് ഈസ്റ്റ് ഭാഗത്ത് എന്ന് പറഞ്ഞത്. അപ്പം ഇത്രയുമൊക്കെ എളുപ്പമാണ്. ആ ഇമേജിൽ നിന്ന് തന്നെ നമുക്ക് പിടികിട്ടും. The northernmost division of the Trans-Himalayas is also known as the Tibetan Himalayas. Trans-Himalayas കണ്ടോ? ആ കളർ കണ്ടല്ലോ. അപ്പം അതിൻ്റെ നോർത്തേൺ മോസ്റ്റ് ഡിവിഷനെ എന്ത് പേരിട്ട് വിളിക്കുന്നുണ്ട്? ടിബറ്റൻ ഹിമാലയാസ്. ടിബറ്റ് എവിടെയാണ്? ടിബറ്റൻ ഹിമാലയാസ് എന്നും വിളിക്കുന്നു. Having an average elevation of 3000 meters, the Trans-Himalayas has an approximate width of 40 km and a length of 965 km. ഇനി
ഈ പറയുന്ന ട്രാൻസ് ഹിമാലയയുടെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം എത്രയാണെന്ന് പറയുന്നു? 3000 മീറ്റർ ആണ്. അതിൻ്റെ വിഡ്ത്ത് ഏകദേശം എത്രയാണ്? 40 മുതൽ 965 965 കിലോമീറ്റർ വരെ വിഡ്ത്ത് ഉണ്ട്. ദി കാരക്കോറം റേഞ്ച് കണക്ട്സ് ഹിമാലയാസ് വിത്ത് ദി പാമീർ നോട്ട്. കാരക്കോറം നേരത്തെ നോക്കണമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. നമ്മൾ പാമീറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ കാരക്കോറവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുന്നത്? കാരക്കോറം റേഞ്ചാണ് ഹിമാലയയെ എന്തിനുമായിട്ട് കണക്ട് ചെയ്യുന്നത്? പാമീർ നോട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഡോണ്ട് യു സീ 3 parallel ranges that extend to the south of the Trans-Himalayas towards the east? കണ്ടോ? ഈസ്റ്റ് ഭാഗത്തോട്ട് നിങ്ങൾ നോക്കി അവിടെ എന്ത് കാണുന്നുണ്ട് നിങ്ങൾക്ക്? 3 പാരലൽ റേഞ്ചസ് കാണുന്നുണ്ട്. ദീസ് പാരലൽ മൗണ്ടൻ റേഞ്ചസ് ആർ ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ദി ശിവാലിക്. കണ്ടോ? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഇമേജ് നന്നായിട്ട് നോക്കി, ഇത് 3 കാണുന്നില്ലേ? അപ്പം ദീസ് 3 റേഞ്ചസ് ടുഗെദർ ഫോം ദി ഹിമാലയാസ്. നമ്മൾ ഈ പറഞ്ഞ ഹിമാദ്രിയും ഹിമാചലും ശിവാലിക്കും കൂടെ ചേർന്നാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കേണ്ടുന്നത്? ഹിമാലയ എന്ന പേരിട്ട് വിളിക്കേണ്ടുന്നത്. ദ ശിവാലിക് റേഞ്ച്. ഈ ശിവാലിക് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ദ സദേൺ മോസ്റ്റ് ഓഫ് ദി ഹിമാലയൻ റേഞ്ചസ് ആൻഡ് ഫോംസ് ദി ബോർഡേഴ്സ് ഓഫ് ദി ഗംഗ പ്ലെയിൻസ്. കണ്ടോ? ശിവാലിക് എന്ന് പറയുന്നതാണ് സദേൺ. കണ്ടോ? നമുക്ക് അറിയാം. നോർത്തിൽ ഹിമാദ്രി, സെൻട്രൽ ഹിമാചൽ, സദേൺ പാർട്ടിലാണ് ശിവാലിക്. ഇത് 3 ഹിമാലയം, ഇതും കൂടി 3 ചേർന്നാണ് ഹിമാലയ ആകുന്നതെന്നും പറഞ്ഞു. ഈ ശിവാലിക് എന്ന് പറയുന്നത് എങ്ങോട്ടാണ് പോകുന്നത്? സദേൺ മോസ്റ്റ് ആണ് എന്ന് പറയുന്നു. ഹിമാലയയുടെ സദേൺ മോസ്റ്റ് പാർട്ടാണ്. എന്നിട്ട് ഇത് എവിടെയാണ് ഫോം ചെയ്യുന്നത്? ആൻഡ് ഫോംസ് ദി ബോർഡേഴ്സ് ഓഫ് ദി ഗംഗ പ്ലെയിൻസ്. നമ്മുടെ ഗംഗ ഒഴുകുന്നില്ലേ? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശിലൊക്കെ ഗംഗ വരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ ബോർഡറിലാണ് ഇതുള്ളത്. ഹാസ് എ വിഡ്ത്ത് റേഞ്ചിങ് ഫ്രം ആൻ ആവറേജ് ടു 60 to 150 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു വിഡ്ത്ത്, വീതി എങ്ങനെയാണെന്ന് പറയുന്നു? 60 മുതൽ 180 കിലോമീറ്റർ വരെയാണ്. ആസ് ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് പാർട്ട്, ദിസ് റേഞ്ച് ഈസ് ഓൾസോ നോൺ ആസ് ദി ഔട്ടർ ഹിമാലയാസ്. ഏറ്റവും പുറത്തുള്ള ഭാഗമായതുകൊണ്ട് ഇതിനെ എന്ത് പേരിട്ടും വിളിക്കുന്നുണ്ട്? ഔട്ടർ ഹിമാലയാസ് എന്നും വിളിക്കുന്നുണ്ട്. ഇനി ടു ദി നോർത്ത് ഓഫ് ദി ശിവാലിക്സ്. ശിവാലിക്കിൻ്റെ നോർത്തായിട്ട് എന്തുണ്ട്? ഹിമാചലുണ്ട്, സെൻട്രലിൽ വരുന്നതാണ്. വിത്ത് എൻ ആവറേജ് എലിവേഷൻ റേഞ്ചിങ് ഫ്രം 3500 to 4500 മീറ്റേഴ്സ്. കേട്ടോ? ഇനി ഏതിൻ്റെയാണ് പറയുന്നത്? ഹിമാചൽ എന്ന് പറയുന്നത് എത്രയാണ്? 3500 മുതൽ 4500 മീറ്റർ വരെയാണ് അതിൻ്റെ ഹൈറ്റ്. എബോവ് ദി മീൻ സീ ലെവൽ. ഇതെല്ലാം പറയുന്നത് സീ ലെവലിനെ വെച്ചിട്ടാണ് കേട്ടോ. ഏതാ? ഹൈറ്റ്, എലിവേഷൻ പറയുന്നത്. ദിസ് റേഞ്ച് ഈസ് ഓൾസോ നോൺ ആസ് ദി ലെസർ ഹിമാലയാസ് ആൻഡ് ഹാസ് എ വിഡ്ത്ത് റേഞ്ചിങ് ഫ്രം 60 to 80 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഔട്ടർ ഹിമാലയ എന്ന് പറഞ്ഞ ശിവാലിക എന്ന് പറഞ്ഞു, ലെസർ ഹിമാലയ എന്നൊരു പേര് കൂടി അതുകൊണ്ട് എന്തിനുണ്ട്? ഹിമാചലിനുണ്ട്. അതിൻ്റെ വിഡ്ത്ത് എങ്ങനെയാണെന്ന് പറയുന്നു? 60 to 80 ആണെന്ന് പറയുന്നു. ഇനി ഏറ്റവും അകത്തുള്ളത് ദ ഹിമാദ്രി, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ദ ഗ്രേറ്റർ ഹിമാലയാസ്. കേട്ടോ? നമ്മൾ ഔട്ടർ പറഞ്ഞു. ഇനി ആദ്യം നമ്മൾ പറയേണ്ടുന്നത് ഏതായിരുന്നു? ഹിമാദ്രി ആയിരുന്നു. അത് പറയട്ടെ. ദി ഹിമാദ്രി വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ദി ഗ്രേറ്റർ ഹിമാലയാസ് ഓർ ദി ഇന്നർ ഹിമാലയാസ്. കണ്ടോ? ഇന്നർ ഹിമാലയ അല്ലെന്നുണ്ടെങ്കിൽ എന്തെന്ന് വിളിക്കുന്നുണ്ട്? ഗ്രേറ്റർ ഹിമാലയ എന്ന് വിളിക്കുന്നതാണ്. ഏതിനെ? ഹിമാദ്രിയെ വിളിക്കുന്നത്. is the mountain range that lies at an average elevation of about 6100 meters above the mean sea level. അപ്പോൾ എന്താണ് നമ്മുടെ സീ ലെവലിന് ഏകദേശം 6100 അത് 100 മീറ്റർ ഉയരത്തിലാണ് എന്തുള്ളത്? ഔട്ടർ ഇന്നർ ഹിമാലയ എന്ന് വിളിക്കുന്ന ഹിമാദ്രി ഉള്ളത്. The width of this range is nearly 25 kilometers. ഇതിൻ്റെ വിഡ്ത്ത് ഏകദേശം എത്രയാണ്? 25 kilometers ആണ്. These are snow clad mountains. ഇതിന് എങ്ങനെയാണിത്? ഇത് ഫുള്ള് സ്നോ കവർ ചെയ്തിരിക്കുന്നതാണ്. ഏത്? ഹിമാദ്രി. Most of the world's highest peaks are situated in this range. കണ്ടോ? ലോകത്തിലെ ഏകദേശം ഹൈയസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പീക്സ്, കൊടുമുടികളെല്ലാം എവിടെയാണുള്ളത്? ഈ ഇന്നർ ഹിമാലയ അല്ലെങ്കിൽ ഹിമാദ്രിയിൽ ആണ് ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്ന് നോക്കേണ്ടത്. ഒരു ബോക്സ് വിട്ടുപോയി. ബാക്കി എല്ലാം നമ്മൾ ഹിമാലയ, ഇനി ഒറിജിൻ ഓഫ് ദി ഹിമാലയാസ് ആണ്. അത് കണക്റ്റഡ് ആണ്, നമുക്ക് കണക്ട് ചെയ്ത് പറഞ്ഞു പോകണം. അതുകൊണ്ട് അത് വിട്ടു. ഫോൾഡ് മൗണ്ടെയ്ൻസും കൂടി നോക്കാം. ഫോൾഡ് മൗണ്ടെയ്ൻസ് ആർ ഫോംഡ് ഡ്യൂ ടു ദി കംപ്രഷൻ ഓഫ് സെഡിമെൻ്ററി റോക്ക്.
എന്താണ് ഫോൾഡ് മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെഡിമെൻ്ററി റോക്കുണ്ട്, മലയാളത്തിൽ അവസാദശില എന്ന് വിളിക്കും. അത് കംപ്രഷൻ ഉണ്ടായതാണെന്നാണ് പറയുന്നത്. സെഡിമെൻ്ററി റോക്ക് സ്ട്രാറ്റ ഓഫ് ദി എർത്ത്സ് ക്രസ്റ്റ്. അപ്പോൾ എവിടെയാണ്? നമ്മുടെ എർത്തിൻ്റെ ക്രസ്റ്റ് പുറം ഭാഗത്തുള്ള സെഡിമെൻ്ററി റോക്കിൻ്റെ ഒരു പാളി, അതിൻ്റെ ഒരു സ്ട്രാറ്റയ്ക്ക് എന്ത് സംഭവിക്കുന്നു? കംപ്രഷൻ ഉണ്ടായിട്ട് അതിങ്ങനെ വന്നതാണ് ഈ ഫോൾഡ് മൗണ്ടെയ്ൻസ് ഉണ്ടായതെന്നാണ് പറയുന്നത്. ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ഫോൾഡിങ്. ഈ പ്രോസസ്സിനെയാണ് ഫോൾഡിങ് എന്ന് വിളിക്കുന്നത്. ദ ഹിമാലയാസ് ആൻഡ് ദി ആൽപ്സ്. ആൽപ്പ് കേട്ടിട്ടുണ്ടല്ലോ, ആൽപ്സും. എന്താണ് ആൽപ്സ്? എവിടെയാണ്? യൂറോപ്പിലാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ആൽപ്സ്. അപ്പം ഈ ഹിമാലയാസും അതുപോലെ ആൽപ്സും എന്ത് വഴി ഫോം ചെയ്തതാണ്? വെയർ ഫോംഡ് ത്രൂ ദിസ് പ്രോസസ്. എന്താണ്? ഫോൾഡിങ് വഴി ഉണ്ടായതാണ് ഹിമാലയാസും ആൽപ്സും. അപ്പോൾ ഫോൾഡിങ് ഏത് റോക്സിനാണ് ഉണ്ടാകുന്നത്? സെഡിമെൻ്ററി റോക്സ്. അതിന് മലയാളത്തിൽ എന്ത് വിളിക്കും? അവസാദശില എന്ന് വിളിക്കും. എർത്തിൻ്റെ ക്രസ്റ്റ് ഭാഗത്തിന് ഉണ്ടായ ഒരു എന്താണ്? അതിൻ്റെ ഒരു പാളി ഉണ്ട്. പാളിയിലൂടെയാണ് എന്തുണ്ടായത്? ഹിമാലയാസും ആൽപ്സും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നോക്കിയാൽ പോരെ നമുക്ക്. ഇനി താഴെ ജനറലി മൗണ്ടെയ്ൻസ് ആർ ദി ലാൻഡ് ഫോംസ് വിത്ത് എൻ ആവറേജ് എലിവേഷൻ ഓഫ് അബൌട്ട് 900 മീറ്റേഴ്സ് ഫ്രം ദി സീ ലെവൽ. ഇവിടെ എന്താണ്? മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത് ഏകദേശം എത്ര ഹൈറ്റ് ഉള്ളതാണ്? സീ ലെവലിൽ നിന്നും ഒരു കുറഞ്ഞത് 900 അല്ലെങ്കിൽ 900 മീറ്റേഴ്സ് എങ്കിലും ഉയരമുള്ളതിനെയാണ് മൗണ്ടെയ്ൻസ് എന്ന് വിളിക്കുന്നത്. ഒബ്സർവ് ദി ഗിവൺ മാപ്പ്. ഏതാണ്? ഫിഗർ 1.1. കണ്ട് ഈ ഫിഗറാണ്, നമ്മൾ പറഞ്ഞതാണ് ഈ ഫിഗർ. ഇതിലൂടെ നിങ്ങൾ നോക്കിയിട്ട് മേജർ മൗണ്ടെയ്ൻ റേഞ്ചസ്, ഇന്ത്യയിലെ മേജർ മൗണ്ടെയ്ൻ റേഞ്ചസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് എവിടെ ഇൻക്ലൂഡ് ചെയ്യണം? ഇൻ മൈ ഓൺ അറ്റ്ലസിൽ നിങ്ങളുടെ അറ്റ്ലസിൽ ഇൻക്ലൂഡ് ചെയ്യുക. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇവിടെ നോക്കിയേ, അബൌവ് 900 മീറ്റർ സീ ലെവലിനെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഏറ്റവും താഴെയായിട്ട് കളർ കൊടുത്തിട്ടുണ്ട്. ആ കളർ വന്നിരിക്കുന്നത് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം എന്ത് തന്നെയാണ്? മൗണ്ടെയ്ൻസ് തന്നെയാണ്. സെൻട്രലിലൊക്കെ ഉണ്ട്, വിന്ധ്യയുണ്ട്, സത്പുരയുണ്ട്, പിന്നെ താഴെ വെസ്റ്റേൺ ഗട്ട്സ് വരുന്നുണ്ട്, ഈസ്റ്റേൺ ഗട്ട്സ് വരുന്നുണ്ട്. നല്ലോണം ഒന്ന് നോക്കിയാൽ ഇത് മൊത്തം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എളുപ്പമല്ലേ ഇത്? അപ്പോൾ ഇത്രയും നമുക്ക് ഇന്ന് എടുക്കാം. ഇതൊരു 3-4 പാർട്ടായിട്ടേ നമുക്ക് എടുക്കാൻ പറ്റൂ. നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നും. അപ്പോൾ കുറച്ചായിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ലൈക്ക് കിട്ടിയാൽ മാത്രമേ വീഡിയോസ് കുറച്ചും കൂടെ മുന്നോട്ട് പോകത്തുള്ളൂ, നമ്മുടെ ചാനലൊന്ന് ഡെവലപ്പായിട്ട് വരത്തുള്ളൂ. നിങ്ങളുടെ കമൻറ്റ്സ് താഴെ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്, പ്രധാനമായിട്ടും അത് പറയാനുണ്ട്. ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ജോഗ്രഫി കിട്ടിയത് കൊണ്ടാണ് ജോഗ്രഫി അങ്ങ് എടുത്തത്. കണ്ടിന്യൂ ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കണ്ട കുട്ടികളുണ്ടാകും. അവരുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാകും പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ അവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.